ഹലോ ഹായ് ഗായ്സ്. അപ്പോൾ നമുക്കും വൈറലായിട്ടുള്ള മസ്കാ ബൺ ഉണ്ടാക്കിയാലോ? ഞാൻ എടുത്തതിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് വഴിയെ മനസ്സിലാവും. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എടുത്തത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ അല്ലായിരുന്നു. കടയിൽ നിന്ന് ഡയറക്റ്റ് ഫ്രീസറിൽ വെച്ചിരുന്ന ആ ബട്ടർ വാങ്ങിച്ചാൽ അതേ കണക്ക് വെക്കുന്നുണ്ടാക്കിയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിലായിരുന്നു ഇത് ചെയ്യേണ്ടിരുന്നത്. സാരമില്ല, സംഗതി ശരിയാവും, എന്തായാലും ബീറ്റ് ചെയ്യുമ്പോൾ ചൂടാവുമല്ലോ എന്നൊരു മെൻറ്റാലിറ്റിയിലാണ് ചെയ്തുകൊണ്ട് വന്നത്. ഞാൻ ബീറ്റർ ഉപയോഗിച്ചാണ് അത് മിക്സ് ചെയ്യുന്നത്. സ്പൂണൊന്ന് ഉപയോഗിക്കാൻ വയ്യടേ. തോന്നിയും നേരം ഞാൻ ബീറ്റ് ചെയ്ത് കേട്ടോ. കാരണം ഏതോ ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞു നല്ലോണം മിക്സ് ചെയ്യും തോറും അത്രത്തോളം ടേസ്റ്റ് വരുമെന്ന്. അപ്പോൾ ഞാൻ കുറേ നേരം ബീറ്റ് ചെയ്തെന്ന് വെച്ചാൽ തോന്നിയേ നേരം ബീറ്റ് ചെയ്തു. എനിക്ക് പറ്റിയ രണ്ടാമത്തെ അബദ്ധം ഇവിടെയാണ്. ഏതൊക്കെയോ കുറേ വീഡിയോ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ബട്ടറിനകത്ത് ബന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ബട്ടർ ടേസ്റ്റ് ചെയ്യുന്നതും ബട്ടർ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെതായ സന്തോഷം എനിക്കുണ്ടായിരുന്നു. കാരണം അത് മെൽറ്റ് ആവുമ്പോൾ നല്ല രസമല്ലേ കാണാൻ, സാറ്റിസ്ഫാക്ഷൻ. അത് കഴിഞ്ഞ് ബന്നൊക്കെ കീറി ഞാൻ നേരെ അതിനകത്ത് വെച്ച് 2 പീസാക്കി രണ്ടും അപ്പുറത്തും ഇട്ട് ടോസ്റ്റ് ചെയ്ത്. ആകെ 3 ബന്നേ വാങ്ങിച്ചുള്ളൂ. അത് സെപ്പറേറ്റ് വാങ്ങിച്ചേണ്ടോ, അല്ല ബർഗർ ബന്നായിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ വലിയ ബന്ന് തന്നെയാണ് വാങ്ങിച്ചത്. പണി കിട്ടിയെന്ന് ഇവിടെ മുതലാണ് മനസ്സിലായി തുടങ്ങിയത്. കാരണം ഈ ബന്ന് ആ തിളച്ച ചൂടോടെയാണ് ഞാൻ ഇനി ക്രീം എടുത്ത് തേക്കുന്നത്. ഇനി അതുകൊണ്ടാണോ അല്ലേന്ന് അറിഞ്ഞൂടാ, നല്ലപോലെ മെൽറ്റായി ഇറങ്ങുന്നുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കലി ബട്ടർ നെയ്യ് ഇതെല്ലാം ചൂടടിക്കുമ്പോൾ ഉരുകി ഇറങ്ങുമല്ലോ. ഇത് നല്ലപോലെ ഉരുകി ഇറങ്ങുന്നുണ്ട്. ഞാൻ അത് സ്വയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് കുഴപ്പം, എൻ്റെ കുഴപ്പമാണോ അല്ലേ ഉരുകി ഇറങ്ങുന്നത്? കഴിച്ചു നോക്കിയപ്പം എനിക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോയി. ഇതിനി റൂം ടെമ്പറേച്ചറിൽ വെക്കാത്ത ബട്ടർ ആയതുകൊണ്ടാണോ, അതോ ഇനി ചൂടോടെ തിളച്ച ബണ്ണിനകത്ത് വെച്ച് തേച്ചതുകൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ ഈ സാധനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ 2-3 വട്ടം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോസ്റ്റ് ചെയ്യാത്ത ഒരു ബണ്ണിൻ്റെ പീസ് ഉണ്ടായിരുന്നു. ആ പീസിനകത്ത് ഈ ക്രീം വെച്ച് തേച്ച് നോക്കി. ആദ്യത്തെ ബൈറ്റിൽ സൂപ്പർ കണക്ക് തോന്നി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി ചായയിൽ മുക്കി കുടിക്കാത്തതുകൊണ്ടാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു വായിക്ക് കൊള്ളത്തില്ല. ചേട്ടന് ഇഷ്ടപ്പെട്ടാ ഇല്ലേന്ന് ചോദിച്ചു നോക്കട്ടെ. ടാറ്റ. എൻ്റെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിനും ചിരിയ കൊള്ളാമോ? സീരിയസ്ലി സത്യം പറഞ്ഞോ, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയെന്ന രീതിയിൽ ഒന്നും തോന്നരുത്. സത്യം പറ, കൊള്ളാമോ? എനിക്കിഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം പറയാല്ലേ തന്നെ. ഈ സാധനം ശരിക്കും ചായയിൽ മുക്കിയാണ് തിന്നേണ്ടത്. ഓ ശരി, ഓക്കെ, ടാറ്റ.